മോനെ വല്ലതും കഴിച്ചിട്ട് പോടാ മോനെ. എനിക്ക് വേണ്ട. ദയവ് ചെയ്ത് എന്റെ കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. എന്തിനാ ഇങ്ങനത്തെ ഒരു സ്ത്രീ? എനിക്ക് വെറുപ്പ് അവരോട്. തന്തയില്ലാത്തവനെന്ന വിളി ഓരോ തവണ കേൾക്കുമ്പോഴും എനിക്ക് ആ വെറുപ്പ് കൂടിയിട്ടേ ഉള്ളൂ. പ്രണയം നടിച്ച് കൂടെ കൂടിയവൻ, അമ്മയ്ക്ക് കൊടുത്ത സമ്മാനം, അതാണ് ഞാൻ. അവിഹിത ഗർഭം പേറിയവളെ വീട്ടുകാരും നാട്ടുകാരും പടിയടച്ച് പിണ്ടം വെച്ചു. ഇതുവരെ എനിക്ക് ജന്മം തന്നത് ആരാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനൊട്ട് ചോദിച്ചിട്ടുമില്ല. ആ സ്ത്രീയോട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല. എനിക്കെന്നെ ഉണക്കാനാ. അപ്ലിക്കേഷൻ ഫോമുകളിലെ അച്ഛൻ്റെ പേരിൻ്റെ കോളം പൂരിപ്പിക്കാതെ വിടേണ്ടി വരുന്ന അവസ്ഥ. അത് കാണുന്നവരുടെ നോട്ടം, പുച്ഛം, പരിഹാസം, ഇതെല്ലാം എന്നിലെ വെറുപ്പ് കൂട്ടി. ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടില്ല. വിളമ്പിത്തരാൻ പോലും ഞാൻ അനുവദിച്ചിട്ടില്ല. മോനെ ഇത് നല്ലതാ, ഇത് കഴിക്കേ മോനെ. പലപ്പോഴും ആ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കണ്ണീരിനോട് എനിക്ക് പുച്ഛം മാത്രമേ തോന്നിയിട്ടുള്ളൂ. സാറേ എന്നെ തരണേ. എന്താ വേണ്ടേ? സാറേ വിശന്നിട്ടാ. ഈ കുഞ്ഞിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനാ. പൈസയൊന്നും ഞാൻ തരില്ല, ഭക്ഷണം മേടിച്ചു തരാം. മതിയോ? അങ്ങോട്ട് ഇരിക്കേ. സന്തോഷേ, ഇവിടെ 2 ഊണ്. മകനാണോ? അതെ സർ. ഇവന്റെ അച്ഛൻ? ശരിക്കും ഞാൻ തന്നെയല്ലേ ഇവൻ? നിങ്ങൾ കഴിക്കുന്നില്ലേ? കഴിച്ചോളാം സാർ. എന്നാ കഴിക്കേ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? എനിക്കൊരു കുട്ടി കൂടിയുണ്ട് സാർ. എൻ്റെ സ്വന്തമല്ല, ആരോ ഉപേക്ഷിച്ച വഴിയിൽ. അതിപ്പം ഞങ്ങളുടെ കൂടെയാ. അവന് പനിയാ.
റോഡ് സൈഡിൽ ഷെഡിൽ കിടത്തിയേക്കുക. അവന് കഴിക്കാനാ ഈ ചോറ്. ശരിക്കും ഇവരെന്റെ അമ്മയല്ലേ? സ്വന്തം വിശപ്പും ദാഹവും സഹിച്ച് മക്കൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്ന മാതൃഹൃദയം. എന്റെ അമ്മയും ഇതുപോലെ ആയിരുന്നു. സന്തോഷേ, ഒരു ചോറ് കൂടെ പാർസൽ എടുത്തു. മരുന്ന് മേടിച്ചു കൊടുക്കണം അവന്. ഇരിക്കി. എന്റെ അമ്മയെ കാണണം എനിക്ക് ഇപ്പോൾ തന്നെ. ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും എല്ലാം തെറ്റായിരുന്നു. വിശ്വസിച്ച് കൂടെ കൂടിയവൻ എന്നെ സമ്മാനമായി നൽകിയതിന് എന്റെ അമ്മ എന്ത് പിഴച്ചു? വേണമെങ്കിൽ മാനം രക്ഷിക്കാൻ അമ്മയ്ക്ക് എന്നെ നശിപ്പിച്ച് കളയാമായിരുന്നു. ചെയ്തില്ല. ഞാൻ അനുഭവിച്ചതിലും എത്രയോ ഇരട്ടി അപമാനം അമ്മ അനുഭവിച്ചിട്ടുണ്ടാകും. പിടിച്ചവളെ എന്ന വിളി എത്രമാത്രം എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. അതെല്ലാം സഹിച്ച് അമ്മ എനിക്ക് ജന്മം നൽകി. വളർത്താനൊരു മാർഗവുമില്ലാഞ്ഞപ്പോൾ ജനിച്ച ഉടനെ കൈക്കുഞ്ഞായിരുന്ന എന്നെ കാട്ടിൽ വലിച്ചെറിഞ്ഞില്ലല്ലോ എൻ്റെ അമ്മ. എൻ്റെ മുമ്പിൽ കൈനീട്ടിയ ആ സ്ത്രീയെ പോലെ എത്ര പേരുടെ മുമ്പിൽ എൻ്റെ അമ്മ കൈനീട്ടിയിട്ടുണ്ടാകും എനിക്കൊരു പിടി ചോറ് തരാൻ വേണ്ടി. ഞാൻ അവഗണിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും തിരിച്ചൊരക്ഷരം വേണ്ടിയിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. അടുക്കളയിലെ ഭിത്തിയിൽ ചാരിയിരുന്ന് കരഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ എന്നും കരയിച്ചിട്ടേ ഉള്ളൂ. എന്താ മോനെ, എന്തു പറ്റി? ഇരിക്ക്. മോൻ വല്ലതും കഴിച്ചോ? കഴിച്ചു. അമ്മ കഴിക്കുമ്പോ എന്റെ മോൻ എന്താ വിളിച്ചേ? അമ്മേന്നോ? അങ്ങനെ ഇന്നുവരെ ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷേ മോനെ, അമ്മ കഴിക്കമ്മേ. അറിവായതിനു ശേഷം ആദ്യമായി അമ്മ വാരിത്തന്ന ഭക്ഷണം. എന്തിനാ മോനെ കരയുന്നത്? മോനെ, ഞാനിപ്പോ വരാം. എൻ്റെ അമ്മ എത്ര സ്നേഹമാ അമ്മയ്ക്ക്. ഞാനത് മനസ്സിലാക്കിയില്ലല്ലോ.
1000 മാപ്പ്. എന്താടാ? ഒന്നുമില്ല അമ്മേ. നിനക്കറിയോ നിന്റെ അച്ഛനാരാന്ന്? വേണ്ട, എനിക്ക് അച്ഛനും അമ്മയും എല്ലാം ഈ അമ്മയാണ്. അത് മതി. ഇതുവരെ ഞാൻ വേണ്ടാന്ന് വെച്ച സ്നേഹം മുഴുവൻ എനിക്ക് വേണം. സ്നേഹിക്കണം ഈ ജന്മം മുഴുവൻ എൻ്റെ അമ്മയെ. അമ്മ വന്നേ, വാ വാ എണീച്ചേ. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. മാതൃസ്നേഹത്തിൻ്റെ ഉറവകൾ വറ്റാറുമില്ല.